ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ഈ ഡെലിവറി വ്ളോഗ് വീഡിയോ ആണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു വ്ളോഗെന്ന് പറയാൻ പറ്റുമോ അറിയില്ല, കാരണം ഈ ഒരു വീഡിയോ തുടക്കം തൊട്ടേ ഒന്നുമില്ല. അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന മുതലേ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കുറച്ച് പാനിക്കായിരുന്നു, കാരണം എനിക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നത് ഒരു 21st, അതായത് മാർച്ച് 21st പുലർച്ചയ്ക്കായിരുന്നു എനിക്ക് പെയിൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിൽ ഞാൻ അതിൻ്റെ തലേദിവസം നമ്മൾ പുറത്ത് പോയ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫിലിമൊക്കെ കഴിഞ്ഞ് വന്ന് കിടന്ന് ഒരു സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഫ്ലൂയിഡിൽ ലീക്കാവാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഒരു പുലർച്ചെ 4 മണി 4:30 ആകുമ്പോഴത്തേ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ ഒന്നും ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മളെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ വെച്ച് ഞാൻ ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിയതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് വീഡിയോ കാണാം. ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും സ്വീറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റാണ് കേട്ടോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 9 മാസമായിട്ട് നമ്മൾ ഈ ഒരു മൊമെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. 2024 മാർച്ച് 21 ഉച്ചയ്ക്ക് 12:26 കേട്ടോ ഞങ്ങൾ ഐറൺ ബേബിയെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പം എയർടെൽ ലാബ് റൂമിൽ നിന്ന് അവനെ വാങ്ങിയിട്ട് ഉള്ളൊരു പിക്കാണിത്. ഇത് അവൻ്റെ ഫസ്റ്റത്തെ പിക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എൻ്റെ അത് C-സെക്ഷൻ ആയതുകൊണ്ട് ഒരു ഡേ ICUലായിരുന്നു. അതിന് പിറ്റേ ദിവസമാണ് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എടുത്തിട്ടുള്ളൊരു കുറച്ച് പിക്സാണ് കേട്ടോ ഇതൊക്കെ. ഈ ഒരു ക്യാരി ബെഡ് ഞങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. നമ്മളെ ഫസ്റ്റത്തെ ബേബി ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണോ അവനെ എടുക്കുക കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ഈ ഒരു ക്യാരി ബെഡ് ഉള്ളതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാരി ചെയ്യാനും അതുപോലെ തന്നെ അവൻ അതിൽ നല്ല കംഫർട്ടായിട്ട് കിടക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ക്യാരി ബെഡ് നമ്മളൊരു 2 മന്ത് വരെയൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ വാവയുടെ ബർത്ത് സർട്ടിഫിക്കറ്റിനുള്ള ഫോം ഫില്ല് ചെയ്യുകയാണ്. നമ്മൾ പേര് ഓൾറെഡി കണ്ടുവച്ചതുകൊണ്ട് തന്നെ ബർത്ത് സർട്ടിഫിക്കറ്റും ഹോസ്പിറ്റലിൽ തന്നെ റെഡി ആക്കി കേട്ടോ. ഏകദേശം ഒരു 1 വീക്കിനുള്ളിൽ തന്നെ നമുക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. വാവയുടെ പേര് ഐറൺ എന്നാണ്. അപ്പം ഞാൻ ആ ഒരു ഫോം ഫില്ല് ചെയ്യുകയാണ്. ഡെലിവറി കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ എനിക്ക് ഡിസ്ചാർജ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത് 26-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.